അവളുടെ ഒരു ചിരി അവൻ്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെയുള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിൻ്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? നീ ഒന്ന് തിരിയൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയതാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ ഇതൊരു കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ. അതെ, ഏത് നേരം ഞങ്ങൾ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ അത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാന്. ഇനി നിനക്കളെ ഞാൻ ശരിക്കും തേച്ചു പിടിപ്പിക്ക്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തമായി പോയി. അതിന് ചുട്ടടി തന്നെയാണോ വരുന്നത്. കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം? ഭാഗ്യവാൻ എന്തൊക്കെ കണ്ട്. ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചില്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്തൊളിഞ്ഞു നോക്കാനാണ് കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറഞ്ഞ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തിയാടിയത്. സത്യം പറഞ്ഞ നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസല് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കലാളിയാണ്. ശരിക്കും എന്തുണ്ടായത് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ? നോക്കുവെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം. പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തനിത്താഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികളെ എന്നെ ഇടിക്കണ നീ കണ്ടതല്ലേ? എന്നിട്ട് എവിടെയും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മറക്കളിയാക്കാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ തവണ്ടല്ലേ? നോട കല്ല് വെച്ച നോട ഇതാ നിന്റെ സ്നേഹം. പോടാ, വിട് 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 പോട്ടെ. ഇവൻ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ?
എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയോള ആ വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ എടുത്തനാണ്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ഞെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ.